വൈദ്യുതി ഉപഭോക്താക്കൾക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചവറയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 1.5 വർഷം മുമ്പ് ഒരു ചുഴലിക്കാറ്റ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചവറ മേഖലയാണ്. ഒറ്റ സെഷനെ പോലും വിട്ടില്ല. ശക്തികുളങ്ങര, അതുപോലെ ചവറ, പന്മന, തേവലക്കര, ഈ എല്ലാ സെഷനെയും ബാധിച്ചുകൊണ്ട് പോയപ്പോൾ ഓരോ ജനങ്ങളും അവരുടെ 5 ദിവസം 6 ദിവസം വൈദ്യുതി മുടങ്ങി. ആ പ്രശ്നം അതൊന്ന് പൂർണ്ണമായിട്ട് റിസ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരാഴ്ചയോളം എടുത്തു. അപ്പോൾ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പോഴാണ് ഈ വൈദ്യുതിയുടെ ഡിപ്പെൻഡൻസി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തേവലക്കരയിൽ ഒരു വീട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മിക്സിയിൽ അടിച്ചിട്ട് റൈസ് സ്റ്റോപ്പ് വഴിയാണ് ഫീഡ് ചെയ്യേണ്ടത്. ആ പ്രദേശത്തെങ്ങും കറണ്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം അതിനൊരു പകരം സംവിധാനം വേറൊരിടത്ത് പല വീടുകളിലും ഓക്സിജൻ കോൺസെൻട്രേറ്റിലായിരുന്നു വീടുകൾ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്നത്. ഇത് ഓക്സിജൻ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യാനുള്ള വൈദ്യുതിയില്ല. ഇങ്ങനെ പല വിഷയങ്ങളും വന്നു. ഇത് ഒറ്റയടിക്ക് പോയപ്പോഴത്തേക്കും ഇത് റെസ്റ്റോർ ചെയ്യാനുള്ള വസ്തു നമ്മൾ തൊട്ടടുത്ത ജില്ലകളിൽ കുട്ടനാട് നിന്ന് വരെ സ്റ്റാഫിനെ ഇറക്കിയിട്ടാണ് ചില ദിവസം കൊണ്ട് സമയബന്ധമായിട്ടത് തീർക്കാൻ പറ്റിയത്. എങ്കിലും ഈ വൈദ്യുതിയുടെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആഴം ഞാൻ പറയുകയായിരുന്നു. ഇത്രത്തോളം അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി തേവലക്കരയിലായിരുന്നു. അപ്പോൾ തേവലക്കരയിലൊക്കെ ശരിക്കും അന്നത്തെ ശരിക്കും ഉറങ്ങാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ. അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ അത്രത്തോളം സേവന പ്രവർത്തനങ്ങൾ അതുമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആ 5, 6, 7 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹി ദീപാവിസ് വിശദീകരണം നടത്തി. മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതീവ അതിന്റെ നിലവാരം വളരെയധികം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെ കരുതുമ്പോൾ തന്നെ നമ്മുടെ സേവനം എത്രത്തോളം മെച്ചപ്പെട്ടതാകണം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് വിലയിരുത്തി പോകണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സേവനങ്ങളെ കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള എന്തെങ്കിലും ധാരണകൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചവറ സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ബജറ്റിൽ തുക അനുവദിപ്പിച്ച MLA അരുൺ സി ആദരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് വി, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയ്, അനിൽ പ്രസാദ് S, അൻവർ സാദത്ത്, കൃഷ്ണചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.